തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വേണുവിൻ്റെ ഭാര്യ സിന്ധു നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഇതിൽ അന്വേഷണത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആ ഡോക്ടർമാർക്ക് വീഴ്ചയില്ല എന്ന തരത്തിൽ ന്യായീകരിക്കുന്ന തരത്തിലേക്കുള്ളൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവരെ ന്യായീകരിച്ച് പറയാൻ ഒന്നാം തീയതി നമ്മൾ ബ്ലഡ് റിസൾട്ട് എടുത്തപ്പോൾ 1.66 ഉള്ളായിരുന്നു. അതായത് നമ്മളെ കൊല്ലത്ത് വെച്ച് എടുത്തിട്ട് എന്നിട്ട് എമർജൻസി ആൻജിയോഗ്രാം പറഞ്ഞാണ് ആ പേഷ്യൻറ്റിനെ വിട്ടത്. പക്ഷേ 2-ാം തീയതി ACR ലാബിൽ എടുത്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ >26.9 ആയിരുന്നു. ഈ തന്ന മരുന്ന് തന്നെയാണ് പിന്നെയും കണ്ടിന്യൂ ചെയ്തത്. അല്ലാതെ വേറെ ഒന്നും അധികമായിട്ട് ആ മനുഷ്യനൊന്നും കൊടുത്തിട്ടില്ല. മതിയായ മെഡിസിൻ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഫസ്റ്റ് ടൈം എന്താണോ, അതായത് ഒരു ജനറൽ വാർഡിൽ ചെന്നപ്പോൾ എന്ത് മരുന്നാണോ തന്നത് അത് തന്നെയാണ് വീണ്ടും അവസാനം വരെ അദ്ദേഹം മരിക്കുന്നത് വരെ കിട്ടിയ ആ ഒരു മരുന്ന് അത് തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിൽ ഈ ഡോക്ടർമാരെ, നമ്മൾ ആരോപിക്കുന്ന ഡോക്ടർമാരെ രക്ഷപ്പെടുത്താനുള്ളൊരു നീക്കമാണിതെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഗവൺമെൻറ് അവരെ തന്നെയായിരുന്നു സേവ് ചെയ്യുന്നത്. കാരണം അവർ ഡോക്ടേഴ്സാണല്ലോ. അവർ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരെനിക്ക് വാക്കാൽ എഴുതി തന്നതല്ല. തിങ്കളാഴ്ച വന്നിട്ട് പറഞ്ഞു ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാൻ എക്കോ എടുക്കാമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ചയും പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യാമെന്ന്. ഇതെല്ലാം അവർ വാക്കാൽ പറഞ്ഞു. പക്ഷേ അവർ എനിക്ക് എഴുതി തന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അവർ പ്രാഥമിക റിപ്പോർട്ട് ഇങ്ങനെ ആക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അവർ ഗവൺമെൻറ് ഡോക്ടേഴ്സിനെ ആയിരിക്കും സേവ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ, ഇതുപോലെ ഒരുപാട് വേണുമാരുണ്ടായി കാണാം. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് എൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും വളർത്തിയേ പറ്റൂ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്യുക, സത്യസന്ധമായിട്ടുള്ള റിസൾട്ട് കൊടുക്കുക. എനിക്ക് അത്രയും പറയാനുള്ളൂ ഈ സമയത്ത്. ഇപ്പോൾ ഇതിൽ അവർ പറയുന്നത് ഈ പ്രോട്ടോക്കോൾ പ്രകാരമാണ് ഇതുവരെയുള്ള ചികിത്സ എല്ലാം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എവിടെയാണ് കമ്മ്യൂണിക്കേഷനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ആശയവിനിമയം നടത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. പിന്നെ സിന്ധു താങ്കളടക്കമുള്ളവരിൽ നിന്ന് വിവരം ശേഖരിച്ച് എന്താണ് ശരിക്കും നടന്നതെന്ന് കൂടിയൊക്കെ ഒന്നുകൂടെ അന്വേഷിക്കണമെന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെന്ന് ഇന്നലെയും പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു ഡോക്ടർക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു? അതായത് ആ ഡോക്ടർ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. BP കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ആൻജിയോഗ്രാം മാത്രം, ഈ തരുന്ന മരുന്ന് സിസ്റ്ററിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുക, ഇതേ പറഞ്ഞിട്ടുള്ള ആൻജിയോഗ്രാം ചെയ്യാം. ഈ ഒരു സംഭവം മാത്രമേ ആ ഡോക്ടർ പറഞ്ഞിട്ടുള്ള വേറെ ഒരു കാര്യവും. അല്ലെങ്കിൽ ഈ ട്രോപ്പോയ് 26.9 ഗ്രേറ്റർ ദാൻ ആയിരുന്നു, അതുപോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വന്നു വെറുതെ ചീട്ടെടുത്ത് നോക്കുന്നു, ഈ എക്സ്റേ എടുപ്പിച്ചു, ഇതെല്ലാം ജസ്റ്റ് നോക്കി, ആ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഈ മരിക്കുന്നതിൻ്റെ അവസാനം പോലും അന്ന് രാവിലെയും വന്ന് ആ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പിന്നീട് എക്കോ എടുക്കാം, വെള്ളിയാഴ്ച എല്ലാ പേഷ്യൻസും ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു ദിവസം തരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടർക്ക് അറിയാമായിരുന്നല്ലോ ആ പേഷ്യൻ്റ് ജീവിച്ചിരിക്കും. ഇല്ലെങ്കിൽ അത്രയും അവസാന ഘട്ടമായിരുന്നു അവർക്ക് പറയാമായിരുന്നു അച്ഛൻ്റെ ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറയാൻ. അതും അവർ പറഞ്ഞിട്ടില്ല. അവസാന നിമിഷത്തിലാണ് ICUലേക്ക് മാറ്റുന്നത്. ഇല്ലെങ്കിൽ ആദ്യമേ അവർ ഈ >26.9 വന്നപ്പോൾ എന്തുകൊണ്ട് അവർ ICUലോട്ട് മാറ്റിയില്ല? അത് അവരുടെ തന്നെ കുറ്റമല്ലേ അത്? ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് മെഡിക്കൽ കോളേജിലാണ് ഈ ചികിത്സാ പിഴവ് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ ആരോപിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തു, നാളെ DME അന്തിമ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്? എനിക്ക് എന്തായാലും നീതി കിട്ടിയേ പറ്റൂ. എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കണം. ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. അല്ലാതെ ഇപ്പോൾ എനിക്ക് വേറെ യാതൊരു ഇതില്ല. ഇല്ലെങ്കിൽ ഈ ഒരു അറ്റാക്ക് വന്ന പേഷ്യൻ്റ് നിങ്ങൾ എന്തുകൊണ്ട് ICUയിൽ മാറ്റില്ല? അത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റല്ലേ നിങ്ങൾ ചെയ്തത്? ഇപ്പോൾ ഇതിൽ മന്ത്രി ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു പ്രതികരണവും വന്നിട്ടില്ല. അന്വേഷണം നടത്താൻ അറിയിച്ചു എന്നതിനപ്പുറത്തേക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു മറുപടിയും വന്നിട്ടില്ല. മന്ത്രി ഇതുവരെ എന്നെ, അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ എന്നെ വിളിച്ച് ചോദിച്ചില്ല എന്താണെന്നുള്ളത്. മീഡിയക്കാർ മാത്രം വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇതുവരെ ഇന്ന് 4ാമത്തെ ദിവസമാണ്, ഇതുവരെ എന്നെ ഒരു കാര്യത്തിനും വിളിച്ചിട്ടുമില്ല. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. അറ്റാക്ക് ലാസ്റ്റ് സമയത്ത് എന്നോട് പറഞ്ഞതും ഇവിടെ പല വാർത്തയിലും പറയുന്ന കേട്ട് ഹാർട്ട് ഫെയിലിയർ ആണെന്ന്. അതുപോലും എന്നോട് ആ സമയത്ത് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നവരോട് പോലും, ആണുങ്ങളെ വരാൻ പറഞ്ഞു, അവരോടും പറഞ്ഞിട്ടില്ല. ഒരു മരിച്ചു കിടന്ന മനുഷ്യനെ കാണാൻ പോലും അവിടുത്തെ മെഡിക്കൽ കോളേജിലെ താഴെ നിൽക്കുന്ന സെക്യൂരിറ്റികളും മരിച്ചു കിടക്കുവാണോ ഒന്ന് ചെന്നോട്ട് ചോദിച്ചു. എൻ്റെ മക്കളെയോ ആരെയോ ഒന്ന് കയറ്റി വിട്ടത് അതുവരെ എന്ത് കാലതാമസം കഴിഞ്ഞിട്ടാണ് അറിയാമോ എത്തിയത്. അതുകൊണ്ട് ഇതെല്ലാം അന്വേഷിച്ചേ പറ്റൂ. അന്വേഷിച്ച് എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ഒരു മറുപടി എനിക്ക് കിട്ടിയേ പറ്റൂ.
അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലും എന്ത് വില കൊടുത്തും ഇതിൽ നീതി നേടിയെടുക്കും എന്നതാണ് ഇപ്പോൾ വേണുവിൻ്റെ കുടുംബം നമ്മോട് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വീടിൻ്റെ അന്തരീക്ഷമൊക്കെ നമ്മളൊന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. കാര്യം വളരെ ചുരുങ്ങിയ അതായത് ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു വരാൻ മാത്രം കഴിയുന്നൊരു വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത്. ആ വീടിൻ്റെ മുറ്റത്താണ് വേണുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ അടക്കം നടത്തിയത്. കാരണം അത്രയധികം ഇടമില്ലാത്ത സ്ഥലമില്ലാത്തൊരു പ്രദേശമാണ്. വളരെ കുഞ്ഞൊരു വീട്ടിലാണ് വേണുവും കുടുംബവും താമസിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സാമ്പത്തികമാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലമാണെങ്കിലും എല്ലാം തന്നെ വളരെ ഒരു ദരിദ്ര കുടുംബം എന്ന് വേണമെങ്കിൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്ന തരത്തിലേക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരാണ് ഇവിടെയുള്ളത്. ആ ഘട്ടത്തിലാണ് കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന വേണുവിന് ഇത്തരത്തിൽ ഒരു ജീവഹാനി സംഭവിക്കുന്നത്, ഒരു ദാരുണാന്ത്യം ഉണ്ടാകുന്നത്. അതിൽ വേണ്ട ഇടപെടൽ ഉണ്ടാകണമെന്നും നീതി വേണമെന്നുമാണ് ഇപ്പോൾ നമ്മളോട് വേണുവിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.